സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബെല്ലയും അരുന്ധതിയും നേർക്ക് നേർ പോരാടുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നന്ദനെ കാണാനില്ല എന്ന് അറിഞ്ഞിട്ട് ദേവികയും മുരളിയും കൂടി എസ്തപ്പാൻ്റെ വീട്ടിൽ ചെല്ലുമ്പം എസ്തപ്പാനും ചേട്ടത്തിയും കൂടി എല്ലാ വിവരങ്ങളും ഈ ദേവികയോട് പറയുന്നുണ്ട്. അവസാനം എസ്തപ്പാൻ പറയുന്നുണ്ട്, മോൾ എന്നോട് ക്ഷമിക്കണം, മോൾക്ക് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. അവരെന്തായാലും ഈ നാട്ടുകാരൊന്നുമല്ല, പുറത്തുനിന്ന് വന്നവർ തന്നെ. അവരുടെ പിന്നിൽ ഏതോ വമ്പൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇത്രയും കൃത്യമായിട്ട് ഇതൊക്കെ പ്ലാൻ ചെയ്ത് നന്ദനെ കടത്തിക്കൊണ്ടു പോകാൻ പറ്റിയത്. എന്തായാലും മോളിപ്പോൾ തന്നെ വിവരങ്ങൾ സിദ്ധാർത്ഥ സാറിനെ എല്ലാവരെയും വിളിച്ച് പറയുന്നു. അതേസമയം നമ്മളുടെ മുരളിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടാതെ ഇങ്ങനെ സ്തംഭിച്ച് തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് മുരളി ചോദിക്കുന്നുണ്ട്, എന്നാലും നന്ദനെ ആരായിരിക്കുമോ തട്ടിക്കൊണ്ട് പോയേ? അവർക്ക് നന്ദനെ കൊണ്ടുള്ള ആവശ്യം എന്താ? ഇത് മിക്കവാറും ആ അരുന്ധതിയുടെ ആളുകൾ തന്നെയായിരിക്കും. ഋഷിയുടെ കൂട്ടുകാരെങ്കിലും ചേർന്ന് നന്ദനെ തട്ടിക്കൊണ്ട് പോയതായിരിക്കും. ഇനിയിപ്പോൾ ഇസബെല്ലേനെ സംശയിക്കേണ്ട വരുമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, നമുക്കിപ്പോൾ ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല മുരളിയേട്ടാ. എന്തായാലും ഞാൻ ഈ വിവരം ഇപ്പം തന്നെ ഹരിയങ്കളിനെ വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞ് ദേവികയാണെങ്കിൽ ഫോണെടുത്ത് ഹരിയങ്കളിന് വിളിക്കുന്നുണ്ട്. ഇതേസമയം ഹരിയങ്കളാണെങ്കിൽ ഫോൺ എടുത്തതും എന്താ മോളെ എന്ന് ചോദിക്കുമ്പം ദേവിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നന്ദനെ ആരോ തട്ടിക്കൊണ്ടുപോയി അങ്കിളെ, നന്ദു ഇവിടെ ഇല്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ദേവിക പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ ഹരിയങ്ങൾ പറയുന്നുണ്ട്, തൽക്കാലം മോളിത് പോലീസിലൊന്നും അറിയിക്കണ്ട, നന്ദനെ തട്ടിക്കൊണ്ട് പോയവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും, അവർ ചിലപ്പോൾ നമ്മളെ കോൾ ചെയ്യാൻ സാധ്യതയുണ്ട്, എന്നാൽ നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ പോലീസിൽ അറിയിച്ചാലും അത് പ്രശ്നമാവും. കാരണം കുറച്ച് ദിവസം മുമ്പ് നന്ദനെ കാണാനില്ല എന്നും പറഞ്ഞ് നമ്മളൊരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തതാണ്. പിന്നെ നമ്മൾ എസ്തപ്പാൻ്റെ വീട്ടിൽ നിന്നാണ് കാണാതായെന്ന് പറയുമ്പം അത് പിന്നെ നമുക്ക് തന്നെ വിനയാവും. അതുകൊണ്ട് തൽക്കാലം പോലീസിൽ അറിയിക്കേണ്ടെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അങ്കിൾ ഇതെന്താ അങ്കിളെ പറയണത്? പോലീസിൽ അറിയിക്കാണ്ടിരുന്ന എങ്ങനെ നന്ദുവിനെ കണ്ടുപിടിക്കും? അന്ന് പോലീസ് അന്വേഷണം ഒഴിപ്പിട്ടും നമുക്ക് പ്രശ്നമില്ലാതിരുന്നത് നന്ദു നമ്മുടെ കസ്റ്റഡിയിലുള്ളത് കൊണ്ടല്ലേ? ഇതിപ്പോൾ അങ്ങനെയാണോ? നന്ദു എവിടെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അങ്കിളെ എന്ന് പറയുമ്പോൾ മോളെന്തായാലും സമാധാനമായിട്ടിരിക്കുക, നമുക്കതിനൊക്കെ ഒരു വഴി കണ്ടെത്താം. സമയത്ത് ദേവിക പറയുന്നുണ്ട്, അങ്കിള് നന്ദുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അങ്കിളെ, നന്ദുവിനെ കാണാതായതിൻ്റെ പിന്നിൽ ആരാന്ന് കണ്ടുപിടിക്കുകയും ചെയ്യണമെന്ന്. അങ്ങനെ ശരി മോളേന്നും പറഞ്ഞുകൊണ്ട് ഈ ഹരിയങ്ങളാണെങ്കിൽ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് ദേവിക എസ്തപ്പാനോട് പറയുന്നുണ്ട്, ഹരിയങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്താമെന്നാണ് പറഞ്ഞ് നമുക്ക് പോലീസിൽ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ഹരിയങ്ങൾ പോലീസിൽ അറിയിക്കേണ്ടെന്നാണ് പറഞ്ഞത്. പോലീസിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈ വിട്ടുപോകും. എന്തായാലും നന്ദു നമ്മുടെ കസ്റ്റഡിയിലാന്നുള്ള വിവരവും പോലീസിനോട് പറയേണ്ട വരും. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, അത് ദേവിക പറഞ്ഞത് നേരെ, ഇത്രയും ദിവസം നന്ദനെ കാണാനില്ല എന്നും പറഞ്ഞല്ലേ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തത്. ഇനിയിപ്പോൾ നന്ദനെ നമ്മൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഒളിവിൽ താമസിപ്പിച്ചിട്ട് ആ കംപ്ലയിൻറ്റ് കൊടുത്തതെന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷിക്കാനും സാധ്യതയില്ലാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരിയങ്ങളാണെങ്കിൽ ചന്ദ്രത്തേക്ക് വരാണ്. ആ സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥനൊന്നും വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഹരിയങ്ങൾ വന്നതും സിദ്ധാർത്ഥനെയും പ്രഭാവതിയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, അത് കേട്ടിട്ട് നിങ്ങളിവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വയ്ക്കുകയൊന്നും ചെയ്യരുതെന്ന് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്താ ഹരിയേട്ടാ, എന്താണെങ്കിലും പറഞ്ഞോ എന്ന് പറയുമ്പം അത് വേറൊന്നുമല്ല, എസ്തപ്പാൻ്റെ വീട്ടിൽ നിന്ന് നന്ദനെ ആരോ തട്ടിക്കൊണ്ടുപോയിന്ന്. അത് കേട്ടതും പ്രഭാവതിയാണെങ്കിൽ എൻ്റെ മോൻ എന്ത് പറ്റി, ആരാ ഹരിയേട്ട അവനെ തട്ടിക്കൊണ്ടുപോയി, അവനൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ, അവനിപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്താ ഹരിയേട്ട കാര്യം, എന്താ സംഭവിച്ചത്, എല്ലാം ഒന്ന് വിശദമായിട്ട് പറയാമെന്ന് പറയുമ്പോൾ ദേവിക പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം ഹരിയേട്ടനാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്. അത് കേട്ടതും പ്രഭാവതിയാണെങ്കിൽ കൂടുതൽ ഒച്ചത്തിൽ കിടന്ന് കരയുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടുകൂടി തന്നെ ഹരിയേട്ടനോട് വന്നിട്ട് പറയുന്നുണ്ട്, ഹരിയേട്ടനല്ലേ പറഞ്ഞ 2 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാവുമെന്ന്, എന്നിട്ടിപ്പോൾ എന്തായി, എൻ്റെ മോനെ കാണാനില്ല, എൻ്റെ മോൻ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, എനിക്കിപ്പോൾ തന്നെ എൻ്റെ മോനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഹരിയങ്ങളുടെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ഇങ്ങനെ കരയുമ്പം സിദ്ധാർത്ഥൻ വന്നിട്ട് പറയുന്നുണ്ട്, പ്രഭേ താൻ എന്തൊക്കെയാണ് കാണിക്കണത്, നന്ദനെ കാണാതായതിന് ഹരിയേട്ടൻ എന്ത് ചെയ്തിട്ടാ? എന്തായാലും നന്ദൻ്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധിച്ചത് ഹരിയേട്ടൻ തന്നെയല്ലേ, ഇനിയിപ്പോൾ ഇതും ഹരിയേട്ടൻ തന്നെ പരിഹരിച്ചോളൂ എന്ന് പറയുമ്പോൾ ഹരിയങ്ങൾ പറയുന്നുണ്ട്, പ്രഭേ താനൊന്ന് സമാധാനമായിട്ടിരിക്കുക, എന്തായാലും കാര്യങ്ങളെല്ലാം ഒരു തീരുമാനത്തിൽ എത്താറായപ്പോഴാണ് നന്ദനെ കാണാതായത്, ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എൻ്റെ മോനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് അവരെ കണ്ടുപിടിച്ചിട്ട് എന്താ ഹരിയേട്ട കാര്യം എന്ന് ചോദിക്കുമ്പോൾ നന്ദനൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയണേ, പ്രഭയ്ക്ക് എന്നെ വിശ്വാസമില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഹരിയേട്ടനെ വിശ്വാസമായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ എല്ലാ വിശ്വാസവും പോയി ഹരിയേട്ട, എൻ്റെ മോനക്ക് എന്തോ ആപത്ത് സംഭവിച്ചു, അത് മാത്രമല്ല ഞാൻ ഇന്നലെ രാത്രി അവനെ ആരൊക്കെയോ ചേർന്ന്
ഉപദ്രവിക്കണതായിട്ട് സ്വപ്നം കണ്ടായിരുന്നു. അപ്പം ഞാൻ സിദ്ധുവിനോട് പറഞ്ഞപ്പോൾ സിദ്ധു വെറുതെ തോന്നിയതായിരിക്കും എന്നാണ് പറഞ്ഞത്. എനിക്ക് വന്നേരം സമാധാനം ഉണ്ടായിരുന്നു, നന്ദൻ സുരക്ഷിതനാണല്ലോ എന്ന് കരുതി. ഇതിപ്പോൾ ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ സംഭവിച്ചല്ലോ ഹരിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാവതി കിടന്ന് കരയുമ്പോൾ പ്രഭാവതിയോട് ഹരിയങ്ങൾ പറയുന്നുണ്ട്, പ്രഭ താനൊന്ന് സമാധാനമായിട്ടിരിക്കുക, ഞാനൊന്ന് സിദ്ധുവായിട്ട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് സിദ്ധാർത്ഥനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം പ്രഭാവതിയാണെങ്കിൽ ഫോണെടുത്ത് ഗിരീഷിന് വിളിക്കുന്നുണ്ട്. ഗിരീഷൻ ഫോൺ എടുത്തതും എന്താ മേഡം എന്ന് ചോദിച്ചതും പ്രഭാവതിയാണെങ്കിൽ കരയുവാണ്. ആ സമയത്ത് ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, എന്താ മേഡം, എന്തിനാ മേഡം കരയണേന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ നന്ദനെ കാണാനില്ല ഗിരിന്ന്. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, അതിന് നന്ദനെ കാണാനില്ലാണ്ട് നന്ദന എവിടെ പോയതാ, നന്ദന എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിലുണ്ടല്ലോ എന്ന് പറയുമ്പം അത് തന്നെ ഗിരി ഞാൻ പറഞ്ഞത്, എസ്തപ്പാൻ്റെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ ചേർന്ന് നന്ദനെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അത് കേട്ടതും ഗിരീഷൻ പറയുന്നുണ്ട്, മേഡം എന്താ തമാശ പറയുകയാണോ, എന്തൊക്കെയാണ് ഈ പറയണത്, അവിടെ നന്ദനെ നോക്കാനായിട്ട് എസ്തപ്പാൻ ചേട്ടനില്ലേന്ന് ചോദിക്കുമ്പം എസ്തപ്പാനെ തല്ലി ബോധം കെടുത്തി ഇട്ടിട്ട് കുറേ ഗുണ്ടകൾ ചേർന്ന് നന്ദനെ പിടിച്ചുകൊണ്ട് പോയി. അത് കേട്ടതും ഗിരീഷ് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ദേവിക അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല ഗിരി, ഇപ്പം ഹരിയേട്ടൻ വന്ന വിവരങ്ങൾ പറഞ്ഞ ഹരിയേട്ടനെ വിളിച്ച് പറഞ്ഞത് ദേവികയാണെന്നാണ് പറഞ്ഞത്. ആ സമയം ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, ദേവിക ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ഗിരി, എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം എന്ന്. അന്നേരം ഗിരീഷൻ പറയുന്നുണ്ട്, മേഡം ടെൻഷനാവാതിരിക്കുക, ഹരിസാറും എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ചേർന്ന് എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുപിടിക്കും, മേഡം അതോർത്ത് ടെൻഷനാവൊന്നും വേണ്ടാന്ന്. അങ്ങനെ ഫോൺ വെച്ചതും ഗിരീഷിനാണെങ്കിൽ ദേവികയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഗിരീഷിൻ്റെ കോള് കണ്ടതും ദേവിക മുരളിയോട് ഗിരീഷ് ഏട്ടനെ വിളിക്കണേന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ ഗിരീഷ് ഏട്ടാന്ന് ചോദിച്ചതും എന്താ ദേവിക ഈ കേൾക്കണേ, നന്ദനെ കാണാനില്ല എന്നും പറഞ്ഞ് മേഡം വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം സത്യ ഗിരീഷ് ഏട്ടാ, ആരൊക്കെയോ കുറേ ഗുണ്ടകൾ വന്ന് എസ്തപ്പാൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എസ്തപ്പാൻ ചേട്ടനെയും തല്ലി ബോധം കെടുത്തിയിട്ടിട്ട് നന്ദുവിനെയും കൊണ്ട് പോയിന്ന്. ആ സമയത്ത് ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, അത് ആരായിരിക്കും ദേവിക എന്ന് ചോദിക്കുമ്പോൾ എസ്തപ്പാൻ ചേട്ടൻ പറഞ്ഞത് ഈ നാട്ടിലുള്ളവരൊന്നും അല്ലാന്നാ, പുറത്തുനിന്ന് വന്ന ആരോ ആണ്, എൻ്റെ സംശയം ഇനി അരുന്ധതി മേഡത്തിൻ്റെ ആളുകളാണോന്നാ. ആ സമയത്ത് ഗിരീഷ് പറയുന്നുണ്ട്, എന്തായാലും നമ്മളൊന്നും കൂടി സൂക്ഷിക്കേണ്ടതായിരുന്നു, അത് വേറെ ഒന്നുമല്ല ഗിരീഷ് ഏട്ടാ, ഇപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ഇവിടെ വന്നല്ലോ, അപ്പോൾ നമ്മളെ അവർ ഫോളോ ചെയ്ത് വന്ന് നന്ദനെ കണ്ടുപിടിച്ചതായിരിക്കുമെന്ന്. അങ്ങനെ ഗിരീഷ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ രജനി അങ്ങോട്ട് വരുന്നുണ്ട്. രജനിയാണെങ്കിൽ ഈ ഗിരീഷിൻ്റെ സംസാരമൊക്കെ കേട്ട് സംശയത്തോടു കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഗിരീഷ് ഫോൺ വെച്ച് കഴിഞ്ഞതും രജനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഗിരി ആരോടാ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പം ഞാൻ ദേവികയോടെ സംസാരിച്ചതെന്ന് പറയണു. എന്താ ഗിരി എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം നീ ബഹളം ഉണ്ടാക്കരുത്, നന്ദനെ എസ്തപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഏതൊക്കെയോ ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടു പോയി എന്നാണ് പറഞ്ഞിരുന്നു. അത് കേട്ടതും രജനി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നന്ദനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ, അപ്പോൾ ഗിരിയും ദേവികയും എല്ലാവരും ചേർന്നല്ലേ നന്ദനെ അവിടെ തന്നെ നിർത്തിയത്, ഇപ്പോൾ എങ്ങനെയുണ്ട്, എൻ്റെ ആങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമെന്ന് ചോദിച്ചു ഈ രജനി കിടന്ന് കരയുമ്പോൾ ഗിരി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരി രജനി, അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കും, അതിൻ്റെ ഇടയ്ക്കാണ് നിൻ്റെ ഒരു കരച്ചിൽ എന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട്, പിന്നെ കരയല്ലാണ്ട് ഞാൻ ചിരിക്കണോ, എൻ്റെ അനിയനല്ലേ കാണാതായത്, എനിക്കതിൻ്റെ വിഷമം ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് രജനി വീണ്ടും ഇരുന്ന് കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഫോൺ എടുത്ത് CPക്ക് വിളിക്കുന്നുണ്ട്. CP ഫോൺ എടുത്തതും എന്താ മേഡം എന്ന് ചോദിക്കുമ്പം CP എവിടെയാണ്, CPനെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയുന്നു. ആ സമയത്ത് CP പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഓഫീസിലാണ് മേഡം, കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന്. പിന്നീട് അങ്ങനെ CP ആണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. CPയെ കണ്ടതും അരുന്ധതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഋഷിയെ CP എയർപോർട്ടിൽ തന്നെയല്ലേ ഇറക്കി വിട്ടേന്ന് ചോദിക്കുമ്പം അതെ മേഡം, ഞാൻ ഋഷിയെ എയർപോർട്ടിൽ തന്നെ വിട്ടേ, എന്താ മേഡം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ CP എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഋഷി ദുബായിൽ എത്തിയിട്ടില്ല എന്ന്. ആ സമയത്ത് CP ചോദിക്കുന്നുണ്ട്, മേഡം ഇത് എന്തൊക്കെയാണ് മേഡം പറയണത്, ഋഷിയെ ഞാനല്ലേ അവിടെ ഇറക്കി വിട്ടത്, പിന്നെ എങ്ങനെയാണ് ഋഷി ദുബായിൽ എത്താണ്ട് വരുമെന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല CP, ഞാനിപ്പോൾ ദുബായിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ പറഞ്ഞത് ഋഷി ഇതുവരെ എത്തിയിട്ടില്ല എന്നാ, ഫ്ലൈറ്റ് ആണെങ്കിൽ വന്ന് പോവുകയും ചെയ്തു, ആ ഫ്ലൈറ്റിൽ ഋഷി ഉണ്ടായിരുന്നില്ല, പിന്നെ ഋഷി ഇതെവിടെ പോയി എന്ന് ചോദിക്കുമ്പം ആരെങ്കിലും നിങ്ങളെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല മേഡം, അങ്ങനെ ആരും ഞങ്ങളെ ഫോളോ ചെയ്തില്ല, ഇനി എയർപോർട്ടിൽ നിങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ല മേഡം, അങ്ങനെ പ്രത്യേകിച്ച് ആരും ഞങ്ങളെ ശ്രദ്ധിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനതൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഋഷി അവിടെ ഇറക്കി വിട്ടേന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, പിന്നെ ഋഷി എവിടെ പോയി, എനിക്ക് എൻ്റെ മകനെ കാണണം CP എന്നും പറഞ്ഞ് കരയുമ്പോൾ മേഡം ഒന്ന് സമാധാനമായിട്ടിരിക്കുക, ഇനിയിപ്പോൾ ആരെങ്കിലും ഋഷിയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയതാണോ എന്ന് ചോദിക്കുമ്പം അങ്ങനെ കടത്തിക്കൊണ്ടുപോകണത് ആരാ, ഇപ്പോൾ തന്നെ നന്ദനെ കാണാനില്ല എന്നും പറഞ്ഞ് ചന്ദ്രോത്തുള്ളവർ നന്ദനെ അന്വേഷിച്ച് നടക്കാല്ലേ, പിന്നെ ഋഷിയെ ആര് കടത്തിക്കൊണ്ടുപോകാനാന്ന് ചോദിക്കുമ്പോൾ ഈ CP പറയുന്നുണ്ട്, എന്തായാലും ഈ ഋഷിയുടെ കൂടെ ഇസബെല്ലയും കെവിനും ഉണ്ടല്ലോ, അവർ ഈ കേസിൽ പെടുമെന്ന് കരുതി
ഋഷിയെ അവരെ എങ്ങോട്ടെങ്കിലും കടത്തിക്കൊണ്ട് പോയതാണെങ്കിലോ, ഇനിയിപ്പോൾ ഋഷിയെ കൊന്നു എന്നും പറഞ്ഞാണല്ലോ നന്ദനെ അവർ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇനി അവർ ഋഷീനെ അപായപ്പെടുത്താനെങ്ങാനും ആയിരിക്കും മേഡം ഋഷിയെ കടത്തിക്കൊണ്ട് പോയെന്ന് ചോദിച്ചതും ഈ അരുന്ധതിക്കാണെങ്കിൽ ഇങ്ങനെ ആകെ പേടിയാവുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ CP എന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ല മേഡം, ആ ഇസബെല്ലയും കെവിനും അത്ര നല്ലവരൊന്നും അല്ലാന്ന് നമുക്കറിയാലോ. എന്തായാലും സ്വന്തം ആത്മാർത്ഥ സുഹൃത്തിനെ ചതിക്കാൻ കൂട്ടുനിന്ന അവരെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഇസബെല്ലയും കെവിനും തന്നെയായിരിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രോത്ത് പ്രഭാവതിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ തന്നെയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രഭയെ താനൊന്ന് സമാധാനപ്പെടും, ഇങ്ങനെ കരഞ്ഞ് ബഹളം വെക്കല്ലേ എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, നന്ദനെ തട്ടിക്കൊണ്ടുപോയ കാര്യം എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം. അന്നേരം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, തനിക്കെന്താ ബുദ്ധിയില്ലേ, ഇനിയിപ്പോൾ പോലീസിൽ അറിയിക്കണേ എന്തെന്നും പറഞ്ഞാൽ ആദ്യം തന്നെ നന്ദനെ കാണാനില്ല എന്നും പറഞ്ഞ് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തതല്ലേ, അതിൻ്റെ അന്വേഷണം പോലും എങ്ങും എത്തിയിട്ടില്ല. ഇനി നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കണേ. എസ്തപ്പാൻ്റെ വീട്ടിൽ നിന്ന് നന്ദനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എസ്തപ്പാൻ്റെ വീട്ടിൽ നന്ദനെ എത്തി എങ്ങനെയാണെന്നുള്ള അന്വേഷണം വരില്ലേ എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും സിദ്ധു, എങ്ങനെ നന്ദനെ കണ്ടെത്തുമെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും താനൊന്ന് സമാധാനമായിട്ടിരിക്കുക, ഹരിയേട്ടനെല്ലാം ഏറ്റിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ നന്ദനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരികയാണെങ്കിൽ ഫോൺ എടുത്ത് ദേവികയ്ക്ക് വിളിക്കുന്നുണ്ട്. ദേവിക ഫോൺ എടുത്തതും എല്ലാ വിവരങ്ങളും ശാരികയോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ശാരികയ്ക്ക് സംശയം തോന്നുന്നത് നമ്മളുടെ കെവിനെയാണ്. ഇനി ഇതിൻ്റെ പിന്നിൽ കെവിൻ ചേട്ടനാണോ? അങ്ങനെയാണെങ്കിൽ കെവിനെ ഇസബെല്ലേനെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകണില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട്, ചേച്ചി നന്ദേട്ടനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ അപ്പോൾ തന്നെ എന്നെ വിളിച്ചറിയിക്കണേ, ഞാനിപ്പോൾ ഫോൺ വയ്ക്കുമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് വേഗം തന്നെ കെവിന് വിളിക്കുന്നുണ്ട്. കെവിനാണെങ്കിൽ ശാരികയുടെ കോള് കണ്ടതും വേഗം കോൾ എടുത്തിട്ട് എന്താ ശാരി എന്ന് ചോദിക്കുമ്പം കെവിൻ ചേട്ടനോടൊരു കാര്യം പറഞ്ഞിട്ട് എന്തായി, ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും ചേട്ടൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം എന്ത് കാര്യം ശാരി എന്ന് ചോദിക്കണം. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, അപ്പോൾ കെവിൻ ചേട്ടന് ഇത്രയ്ക്കാണ് ഓർമ്മയുള്ളൂ, ഞാനന്ന് പറഞ്ഞില്ലേ നന്ദേട്ടനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ പറയണമെന്ന്. എന്നിട്ട് കെവിൻ ചേട്ടൻ ഇതുവരെ ഒരു വിവരം പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം അതിന് നന്ദനെക്കുറിച്ച് ഞങ്ങൾക്കൊരു വിവരം കിട്ടിയില്ല ശാരി, എന്തെങ്കിലും വിവരം കിട്ടിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. സമയത്ത് ശാരിക പറയുന്നുണ്ട്, ഇവിടെ ചേച്ചിയും ചന്ദ്രോത്ത് പ്രഭയാൻ്റെ എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ്, ഇതുവരെ നന്ദേട്ടനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അപ്പം തന്നെ ശാരിനെ വിളിച്ച് വിവരം അറിയിക്കാമെന്ന്. അങ്ങനെ ഫോൺ വെച്ചതും ശാരിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒന്നിലെ കെവിനും ഇസബെല്ലയും ചേർന്നായിരിക്കും നന്ദേട്ടനെ തട്ടിക്കൊണ്ടുപോയത്, അല്ലെങ്കിൽ ആ അരുന്ധതി മേഡം, ഇതിൽ 2 പേരായിരിക്കുള്ളൂ ആ നന്ദേട്ടനെ തട്ടിക്കൊണ്ടുപോകാൻ കാരണക്കാർ. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിയുടെ അടുത്തേക്ക് ഇസബെല്ലയും കെവിനും വരാണ്. ഇസബെല്ലേനെയും കെവിനെയും കണ്ടതും അരുന്ധതി അവരോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോനെവിടെ, എൻ്റെ ഋഷി എവിടെയെന്ന്. ആ സമയം ഇസബെല്ല ചോദിക്കുന്നുണ്ട്, മേഡം എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഋഷി ദുബായിക്ക് പോയെന്നല്ലേ മേഡം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഋഷി ഇന്നലെ ഇവിടുന്ന് ദുബായിക്ക് പോയി, പക്ഷേ അവൻ ദുബായിൽ എത്തിയിട്ടില്ല എന്ന്. അത് കേട്ടതും ഇസബെല്ല ചോദിക്കുന്നുണ്ട്, അതെന്താ ഋഷി ദുബായിൽ എത്താത്ത, പിന്നെ ഋഷി അങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുമ്പം അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എൻ്റെ മകനെ എനിക്ക് കിട്ടണം, ഇല്ലെങ്കിൽ ആരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പം മേഡം എന്താ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാണോ, ഇനിയിപ്പോൾ ഋഷിയെ കിട്ടിയില്ലെങ്കിൽ മേഡം ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് പറയണതെന്ന് ചോദിച്ചതും നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ തോക്കെടുത്ത് ഇസബെല്ലയുടെ നെറ്റിയിൽ മുട്ടിച്ചിങ്ങനെ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇസബെല്ലയോട് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്നല്ലേ നിനക്ക് അറിയേണ്ടത്, എൻ്റെ മോനെ കിട്ടിയില്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ തീർത്ത് കളയുമെന്ന്. അത് കേട്ടതും ഈ കെവിനാണെങ്കിൽ പേടിയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഋഷിയെയും കാണാനില്ല, നന്ദനെയും കാണാനില്ല, പക്ഷേ ഇവരെ 2 പേരെയും തട്ടിക്കൊണ്ട് പോയത് ആരാന്ന് ആർക്കും അറിയുമില്ല. അങ്ങനെ പുതിയൊരു ശത്രു മറഞ്ഞിരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.